ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള 2 തരത്തിലുള്ള റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 350 ഗ്രാം ചിക്കനാണ് എടുത്തത്. എല്ലില്ലാത്ത ചിക്കൻ വേണ്ടിയിട്ട് എടുക്കാൻ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. മിക്സിയുടെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് പച്ചമുളകും ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ 2 റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ 2 ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഇതിലേക്കും മസാല വേറെ വേറെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് ചിക്കനൊന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ബ്രെഡ് ഇതുപോലെ ഒന്ന് സ്ലൈസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിനടുത്ത് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഇർക്കിളി വെച്ചിട്ട്, കട്ടിയുള്ള ഇർക്കിളി വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ കഴിക്കാനും നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഞാനിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ്. പിന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ 2 തവണ അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല കട്ടി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ നമ്മളിതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിന്. ഇത് നമുക്ക് ചൂടാകാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട്, കാരണം ഇത് ചിക്കന് നമ്മൾ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം അത് കണ്ട് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 ഭാഗം ഇതേപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം വരെ ഫ്രൈ ചെയ്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഏകദേശം നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പാണ് രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അധികം ബ്രൗൺ കളർ ആവരുത്. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്തൊന്ന് ചൂടാറി വരുമ്പോൾ അധികം ഡാർക്ക് കളർ ആവും കേട്ടോ. ഈ ഒരു പാകത്തിലെടുത്താൽ മതി. എനിക്ക് അലർജിൻ്റെ പ്രശ്നം പിന്നെ ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ സൗണ്ട് കൊടുത്താലേ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ സ്റ്റിക്ക് വെച്ചത് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ വരിക കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റമദാനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്താൽ എളുപ്പമായിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ടൊമാറ്റോ സോസിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കഴിച്ചു നോക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ മോമോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആ ചിക്കൻ്റെ മിക്സിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചതാണ്.
ഇനി നമ്മൾ പൂരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ മൈദ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചതിന് അത് വീഡിയോയിൽ കാണിച്ചില്ല, കാരണം അതെല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചിക്കന് ഓരോ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്, ഇതാ കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മൊമോസ് പല ഷേപ്പിലുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മടക്കിയെടുത്താൽ മതി. ഞാൻ സിമ്പിളായിട്ട് മടക്കിയെടുക്കുന്ന രീതിയിൽ അടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ മടക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ പിന്നെ നമ്മൾ ഓയിലാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇരിക്കാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ ഓയിലാക്കി കൊടുത്തത്. ഇനി നമുക്കൊരു 8 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കട്ടോ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ചിക്കന് നമ്മൾ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കണം പറയുന്നത് കേട്ടോ. 8 മുതൽ 10 മിനിറ്റ് നമുക്ക് നന്നായി വെന്ത് കിട്ടും. പിന്നെ ഇതുപോലെ വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സോസിൽ കുത്തിയെടുക്കാം കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നമുക്ക് ഇതിനായിട്ട് വേണമെങ്കിൽ സോസ് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ ടൊമാറ്റോ സോസിലാണ് കേട്ടോ കുട്ടികളൊക്കെ കഴിച്ചു നോക്കിയത്, നല്ല ടേസ്റ്റാണ്. ഇതന്നെ നമുക്ക് ആവിയിൽ വേവിച്ചത് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. ആവിയിലൊന്ന് വേവിച്ചതിൻ്റെ ശേഷം അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയാൽ മതി. ഇതും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ 2 റെസിപ്പീസും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് റെസിപ്പീസ് ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.